അപ്പോൾ ഇന്ന് ഞങ്ങൾ പൊന്നൂൻ്റെ കളരി വരെ പോകട്ടോ. ഞങ്ങൾ കളരി എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് പൊന്നൂസിന് കളരിയിലെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. സമയം 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളിനി പോയി ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ഇനി നമ്മൾ വേറെ സ്കൂളിലല്ലേ 1ാം ക്ലാസ്സിലോട്ടാണ് വിട്ട്. പക്ഷേ എനിക്ക് വിഷമമില്ല. ഒരു ഫ്രണ്ട്സിനെയും കാണാതെ ഒരു ഫ്രണ്ട്സേ ഉള്ളൂ. അത് അവളെ കാണാൻ എനിക്ക് ഒരു വിഷമമില്ല. കാരണം ആ ഫ്രണ്ടിനെയും കൂടെ കൊണ്ടാണ് ഓശാനത്തിലോട്ട് പോകുന്നത് സ്കൂളിൽ അല്ലേ. അതുകൊണ്ടിട്ട് കൊച്ചിട്ട് വിഷമമില്ല. അതുകൊണ്ട് ഇനിയിപ്പം പോവാണ്. ഭയങ്കര മഴ കേട്ടോ. എൻ്റെ അമ്മ എന്നാ മഴയാണോ. ഇന്നലെ ഇന്നും നല്ല മഴയാണ്. ഇന്നലെ ആണെങ്കിൽ ഇവിടെ കറണ്ട് പോലും ഇല്ലായിരുന്നു. 2 ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇന്നലെയാണ് ഞങ്ങൾക്ക് കറണ്ട് വന്നത് അല്ലേ. അതെ. ഇനിയിപ്പം രാവിലെ നമ്മളവിടെ പോന്നു. ഉച്ച കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞാച്ചിറ്റയൊക്കെ വരും. അപ്പം കുഞ്ഞാച്ചിറ്റ പൊറോട്ട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ച് ലാസ്റ്റ് ആയപ്പോഴാട്ടോ പൊന്നൂസിന് ഞാൻ കളരി ചേർക്കുന്നത്. അത് ഞാൻ LKG കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഒരു വെക്കേഷൻ്റെ ടൈമിൽ 2 മാസം കളരി വിടാന്നോർത്തുകൊണ്ടാണ് കൊണ്ട് ചേർത്തത്. അപ്പോൾ വെക്കേഷൻ കഴിയാറായപ്പോൾ ടീച്ചർ പറഞ്ഞു 1 വർഷം വിടുവാണെന്നുണ്ടെങ്കിൽ അവൾ മുഴുവൻ പഠിച്ചോളും, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു 1ാം ക്ലാസ്സിൽ ചേർത്താൽ മതിയല്ലോ പിന്നെയെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളും ആലോചിച്ചു UKG വിടാതെ നമുക്ക് എല്ലാ അക്ഷരങ്ങളും പഠിച്ച് എല്ലാം പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1ലോട്ട് ചേർത്താൽ മതിയല്ലോ എന്ന്. അങ്ങനെ 1 വർഷം പൊന്നൂനെ അവിടെ വിട്ടതാണ് കേട്ടോ. ഇപ്പോൾ പൊന്നൂസ് കൂട്ടി വായിക്കാൻ വരെ അക്ഷരങ്ങളാണേലും നോക്കി വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിയാം. പട്ടിക വരെ ടീച്ചർ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 2-3 ക്ലാസ് വരെ ഉള്ളത് മുഴുവൻ പഠിപ്പിച്ചാണ് ടീച്ചർ വിടുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ടെക്സ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം അതിലെ ഒരുമാതിരിപ്പെട്ടത് മുഴുവൻ പൊന്നപ്പം പഠിച്ചു കഴിഞ്ഞാണ് ടീച്ചർ പഠിപ്പിച്ച് തീർത്തതാണ് കേട്ടോ. കൂട്ടി വായിക്കാനാണേലും എഴുതാനാണേലും എല്ലാം പൊന്നൂസിനറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം വലിയ ടെൻഷനില്ല 1ലോട്ട് ചേർത്തപ്പം. പക്ഷേ LKG ചേർത്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ. അക്ഷരങ്ങൾ എഴുതാനെല്ലാം മടിയായിരുന്നു. ആ ഒരു ടെൻഷൻ ഇല്ലാതെയാണ് ഈ പ്രാവശ്യം ഞാൻ 1ലോട്ട് വിടുന്നത്. ഞങ്ങൾ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോഴത്തേക്ക് LKG UKG അല്ല പഠിച്ചത്, ഞാൻ കളരിയിലായിരുന്നു വിട്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു കളരി വിട്ട പിള്ളേരാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, അവർക്ക് എഴുതാനും വായിക്കാനും എല്ലാം നല്ല വൃത്തിയായിട്ട് അറിയാമെന്നേ. അപ്പോൾ അതേണ്ടി ഇതാകട്ടോ ഞങ്ങളുടെ ടീച്ചർ. സംരക്ഷിക്കണമേ, കാവലായിരിക്കണമേ. എപ്പോഴും യാതൊരു വിധമായ ആപത്തുകളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ വീടുകളോ ഒന്നും വരുത്താതെ എൻ്റെ പൊന്നു വൈദ്യനെ ദൈവം നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. അവളെയും കൊണ്ട് മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് ഏറ്റെടുക്കണമേ. ദൈവമേ, എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. യാതൊരു വിധമായ രോഗങ്ങളൊന്നും അവളെ എത്താൻ അനുവദിക്കരുത്. ദൈവമേ, പൊന്നു പൈതലിനെ ദൈവമേ അഞ്ചുവിനെ സമർപ്പിക്കുന്നു. നല്ലൊരു സുഖപ്രസവം കൊടുക്കുന്നു. നല്ല കുഞ്ഞിനെ പൈതലിനെ തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇത്രത്തോളം സഹകരിച്ച പൈതലിൻ്റെ കുടുംബത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ട നല്ല മകളായി വളർന്നു വരുവാൻ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സഹപാഠികൾക്ക്, സ്കൂളിലെ അധ്യാപകർക്കും എല്ലാം പ്രിയപ്പെട്ട നല്ലൊരു മകളായി വളർന്നു വരുവാൻ അവളെ നല്ലൊരു ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുവാൻ വേണ്ട കൃപ കൊടുത്ത് അവളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നാടിൻ്റെ കണ്ണിലുണ്ണിയായി വളർന്നു വരുവാൻ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായി തീരാൻ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും പ്രാർത്ഥനയിലും കർത്താവേ ദൈവമേ നിന്റെ സഹായവും കരുതലും എപ്പോഴും ഉണ്ടാകണം. എൻ്റെ പൊന്നു പൈതലിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കാവലായി സംരക്ഷിച്ചേറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവമേ ദൈവമേ അനുഗ്രഹിക്കണമേ. ദൈവമേ കരുണ ശരിയാണമേ. മിടുക്കിയായിട്ട് പഠിക്കണം, സ്കൂളിൽ എല്ലാ ദിവസവും പോകണം, ഹോംവർക്കൊക്കെ ചെയ്യണം, നല്ല കൊച്ചായിട്ട് വളരണം, ടീച്ചർമാരൊക്കെ പറയുന്നത് കേട്ട് അനുസരിച്ച് നല്ല കൊച്ചായിട്ട് പഠിക്കും. ഇന്നിപ്പോൾ പലർക്കും അറിയത്തില്ല കേട്ടോ കളരി എന്നാന്നുള്ളത്. കാരണം പൊന്നപ്പനെ ഞാൻ കളരിയിലാണ് വിടുന്നതെന്ന് പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് കളരിയോ അതെന്തുവാന്ന് കേട്ടോ. നമുക്കിവിടെ കട്ടപ്പന 2 കളരിയാണ് ഉള്ളത്. ഇവിടെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മഴയായതുകൊണ്ടിട്ട് ടീച്ചർ ആരോടും വരണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയല്ലേ, അതുകൊണ്ടിട്ട്. പിന്നെ എനിക്കൊരു ഇത് തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ടീച്ചർ കൊടുത്തു വിടും. പക്ഷെ തന്നെത്താൻ വന്നിരുന്ന് ചെയ്തോളും. കാരണം മുഴുവൻ പഠിപ്പിച്ചാണ് ടീച്ചർ വിടുന്നത്. പകൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വൈകുന്നേരം വന്ന് ഒന്നുകൂടെ ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. തന്നെയല്ല കേട്ടോ, ആദ്യം പഠിപ്പിച്ചത് മുതൽ ഇപ്പം പഠിപ്പിച്ചത് വരെ പൊന്നപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൊന്നപ്പൻ ഓർത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് പ്രത്യേകത. ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചു വിട്ടാ കേട്ടോ ടീച്ചർ. അപ്പം ഞങ്ങൾ വേണ്ട ഇവിടുന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പിന്നെ ജാൻവി പൊന്നുൻ്റെ സ്കൂളിലായതുകൊണ്ട് ഇടയ്ക്ക് കാണുകയും ചെയ്യാമല്ലോ. പിന്നെ ടീച്ചർ ഇടയ്ക്ക് ഇറങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ വരെ വന്നു കേട്ടോ. അമ്മച്ചിയുടെ അടുത്ത് വരെ വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ദേണ്ട വഴിയിൽ ചക്ക ഇട്ട് വെച്ച പോണൊക്കെ ഒരു ചക്ക അവിടെ വീണ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ ചക്ക കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിടത്തില്ലാത്തതുകൊണ്ട് ചേട്ടനെ കൊണ്ട് അന്നേരം തന്നെ വണ്ടിക്കകത്ത് കയറ്റിച്ചു കേട്ടോ. ഇത് മൂത്തതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നല്ല മൂത്ത ചക്കയാന്ന് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെന്നിട്ട് ഒന്നെങ്കിൽ വെട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ
വെട്ടി വേവിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് പ്ലാവേന്നാണ് വീണേന്നുള്ളതാണ് ഞങ്ങൾ ഈ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ പ്ലാവുണ്ട്, ഇവിടെ നിന്നാണ് വീണേന്നുള്ളതാണ് ഞങ്ങൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കാന്താരിയും കൂടി എടുത്തുകൊണ്ട് പോകണം കേട്ടോ. ഈ ഒരു കാന്താരിയിൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്ത് കുറച്ച് പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നും ചേട്ടൻ പറയും നമുക്ക് ഈ മാങ്ങ വെള്ളയ്ക്ക് അച്ചാറിടണം, അത് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. അപ്പോൾ കാന്താരി ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ അച്ചാറിടാതിരിക്കുമായിരുന്നു. മാങ്ങ എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കാണ്. അപ്പോൾ അതും എടുത്തിട്ട് നേരെ ഞങ്ങൾ ടൗണിലോട്ടാണ് പോകുന്നത്. ടൗണിൽ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ടൗണിലോട്ട് പോന്നിട്ടുണ്ടല്ലോ. പെരും മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു 2-2.5 മണിക്കൂർ നിന്ന് പെയ്തൊരു മഴയായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം മഴ പെയ്തെങ്കിലും ഉണ്ടല്ലോ, ഇത്രയും നേരം നിന്ന് മഴ പെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഇവാ ബേക്കറിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ എല്ലാവരും, ഞാനൊരു മീറ്റ് റോൾ കഴിച്ചു, പൊന്നപ്പനും എല്ലാവരും മീറ്റ് റോൾ തന്നെ കഴിച്ചതെന്ന് തോന്നുന്നു. ഞാൻ മറന്നുപോയി എന്നെ കഴിച്ചതെന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഒരാൾ മധുരമുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ പോയി സെലക്ട് ചെയ്തിട്ട് വന്നതാണ് ഈ സാധനം. പക്ഷേ ആൾക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതാണ് ആ മുഖത്ത് കാണാനുള്ളത്. വെറുതെ കളയണ്ടല്ലോ കാശ് മുടക്കിയിട്ടെന്ന് പറഞ്ഞ് ചേട്ടൻ പിന്നെ അത് കഴിച്ച് തീർത്ത് കേട്ടോ. പിന്നെ വേണ്ട അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ആ മഴയുടെ കൊണ്ട് കറണ്ട് ഇല്ലായിരുന്നു. രാത്രിയിൽ എപ്പോഴോ ആണ് കറണ്ട് വന്നത്. തന്നെ എല്ലാ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ കറണ്ട് ഞങ്ങളെ ചതിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാനും ചേട്ടനോടാണ് പോകുന്നത്. പൊന്നൂസിനാണെങ്കിൽ തലേദിവസം തൊട്ട് ഒരു ചെറിയ പനിയും ജലദോഷക്കോളും ഒക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം സ്കൂളും കഴിയുമ്പോൾ സ്കൂളും തുറക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പൊന്നൂസിനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അമ്മച്ചി ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട്. രാവിലെ മഴയായിരുന്നു കേട്ടോ. അതിൻ്റെയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല മൂടലായിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും, ചെറുതോണി എടുക്കാറാവും തോറും ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. കാൽവരി മൗണ്ട് എത്തിയപ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ കാണാൻ പറ്റത്തില്ലാത്ത അത്ര മഞ്ഞായിരുന്നു. വണ്ടി തമ്മിൽ പോലും കാണാൻ പറ്റത്തില്ലാത്ത അത്രയും മഞ്ഞായിരുന്നു. 10 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. എന്നാലും മഞ്ഞൊന്നും ഒട്ടും മാറിയിട്ടില്ലായിരുന്നേ. പിന്നെ എനിക്ക് ഈ വഴി ഭയങ്കര പേടിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വഴി നല്ലതെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ സൈഡ് മുഴുവൻ മരവും പിന്നെ ഭയങ്കര മരമൊക്കെ അല്ലേ, അതുകൊണ്ടിട്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ചെറുതോണി സിറ്റിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു തെളിവൊക്കെ ആയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടല്ലോ, ചീട്ടെടുത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടു. കാരണം ഇപ്പോൾ ഒ പിയിൽ 4 ഡോക്ടർമാർ, 4 അല്ല 5 പേരുണ്ടെന്ന് തോന്നുന്നു ഒ പിയിൽ. അതുകൊണ്ട് പെട്ടെന്ന് ക്യൂ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് രജിസ്റ്റർ ചെയ്യണമായിരുന്നു അവിടെ. നമ്മളിപ്പം പൈനാവിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിടണമായിരുന്നു. അപ്പോൾ അതിൻ്റെത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യുന്നു, അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവിടുത്തെ സിസ്റ്റർമാരാണെങ്കിലും നമ്മളോട് എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഫുഡൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ ഷുഗറുണ്ട്, അപ്പം ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ഫുഡ് ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും അവിടുന്ന് സിസ്റ്റർ പറഞ്ഞാണ് കേട്ടോ വിട്ടത്. രജിസ്റ്റർ ചെയ്യുന്നിടത്തുനിന്ന് മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് വിടുന്നത്. പിന്നെ ഇനിയിപ്പം അടുത്ത 10 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ഫോളോ അപ്പ് 10 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ വേണ്ട അവിടെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് ചെറുതോണി വന്ന് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോരുവാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വെള്ളച്ചാട്ടം കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഈ വെള്ളച്ചാട്ടം ഞാൻ കണ്ടേയില്ല. ഞാൻ പറഞ്ഞത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു മഴയുടെയൊക്കെ അത്രയും നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിൽ. ഈ വീഡിയോ ഉണ്ടല്ലോ സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ചധികം താമസം വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം പൊന്നൂസിൻ്റെ സ്കൂളിൽ പോകുന്ന വീഡിയോ വരാനുണ്ട്. അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വേറൊരു വീഡിയോ ആയിട്ട് വരാത്തവരേക്കും ബൈ ബൈ.